അവിവാഹിതയായ ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ടോ. കാരണക്കാരനെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടി. ഇങ്ങനത്തെ കഥകൾ നിങ്ങളെല്ലാവരും ഒത്തിരി കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ കേട്ടിട്ട് പരിചയമുണ്ടാവും ഈ കഥ. ഇത് നടക്കുന്നത് വയനാട് ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിലാണ്. 18 വയസ്സിൽ തന്നെ ജീവിതത്തിൻ്റെ വലിയൊരു അടയാളവും ലോകത്തെ നേരിടേണ്ടി വന്ന ആര്യയ്ക്കായിരുന്നു അത്. കുടുംബം കടുത്ത സംരക്ഷണത്തിൽ വളർത്തിയ ഒരു പെൺകുട്ടി. ഗ്രാമത്തിലെല്ലാവരും ആര്യ വളരെ അടക്ക സ്വഭാവമുള്ളവരാണ് എന്ന് പറയും. പക്ഷെ ആര്യയുടെ ഉള്ളിൽ ആരും കാണാത്തൊരു അലയൊലികളുണ്ടായിരുന്നു. +2 പരീക്ഷ കഴിഞ്ഞ കാലത്ത് കോളേജിൽ ചേർക്കാൻ കാത്തിരിക്കുന്ന ദിവസങ്ങൾ അവൾക്ക് വീടിനകത്തും പുറത്തും ഒരുപോലെ ശ്വാസം മുട്ടലാണ്. വീട്ടുകാർ പെൺകുട്ടി എന്ന പേരിൽ ചെറിയൊരു ചുവട് പോലും പുറത്തേക്ക് വെച്ച സംശയത്തോടെയാണ് നോക്കുക. ആ സമയത്താണ് രാത്രി പതുക്കെ ആരോ വീടിനോട് അടുത്ത് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മഴയുള്ള രാത്രികളിൽ പോലും അവൻ വരും. വീട്ടുവളപ്പിലൂടെ നിഴലായിട്ട് കടന്നു വരും. ആദ്യത്തിലൊന്ന് പേടിച്ചു. പിന്നെ ആരാണെന്ന് കാണാനുള്ള കൗതുകം അവളെ പിടിച്ചു. ഒരു രാത്രിയിൽ ജനലിൽ കൂടി നോക്കിയപ്പോൾ ഒരു പുരുഷന്റെ ശബ്ദം. ആര്യ, ഭയപ്പെടണ്ട, നിന്നോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. മുഖം മുഴുവൻ മൂടിയിരുന്നു. ആ ശബ്ദത്തിൽ അന്യമായൊരു മഴക്കമുണ്ടായിരുന്നു. അവളെക്കാൾ വലുതായ ഒരു പ്രായമുണ്ടായിരുന്നു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആരോടും പറയരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ലോകം വേണം. ആ വാക്കുകൾ പതിയെ പതിയെ ആര്യയുടെ മനസ്സിൽ പതിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ അവളുടെ മുറിയിലേക്ക് തന്നെ കടന്നു. നല്ല മഴയുള്ള ഒരു ദിവസം, മഴയുടെ ശബ്ദവും കാറ്റിൻ്റെ ഗർജനവും ഒപ്പം വിചിത്രമായ സ്നേഹവാക്കുകളും ആ രാത്രി അവളുടെ ജീവിതം മുഴുവൻ മാറ്റി. ഭയങ്കരമായ ഒരു സത്യം പിന്നീട് അവൾ തിരിച്ചറിഞ്ഞു. മാസങ്ങൾ തോന്നിയപ്പോൾ ആര്യയ്ക്ക് ചില മാറ്റങ്ങൾ തോന്നിത്തുടങ്ങി. വീട്ടുകാർ ശ്രദ്ധിച്ചു തുടങ്ങി. ഇവൾക്ക് ശരീരത്തിൽ മാറ്റമുണ്ട് എന്നൊരു ശങ്ക. ഡോക്ടറെ കാണിച്ചപ്പോൾ ആരും ഇഷ്ടപ്പെടാത്ത ആ ഒരു സത്യം പുറത്തായി. ആര്യ ഗർഭിണിയാണ്. ആരും മിണ്ടാതെ കരഞ്ഞു. ആരാണ് അയാള്? അമ്മയുടെ ചോദ്യം. എനിക്കറിയില്ല, മുഖം ഞാൻ കണ്ടിട്ടില്ല. ആര്യയുടെ മറുപടി. അവൾ പറയുമ്പോൾ കുടുംബം ചീന്തി മുറിഞ്ഞു. പെണ്ണിന്റെ ജീവിതം കളങ്കപ്പെട്ടു. സമൂഹത്തിൽ തലകുനിക്കേണ്ടി വരും. ഗ്രാമത്തിൽ വാർത്ത കാറ്റുപോലെ പടർന്നു പിടിച്ചു. പെൺകുട്ടിയുടെ പേരിൽ എല്ലാവരും ചീത്ത പറഞ്ഞു തുടങ്ങി. 18 വയസ്സിൽ തന്നെ അവളെ കളഞ്ഞു. നാശായി, പിഴച്ചുപോയി. ആര്യയ്ക്ക് ശരിക്കും ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ആളറിയാതെ തന്നെ തൻ്റെ ശരീരം കൊടുത്തു എന്ന തോന്നല് അവളെ വിഴുങ്ങി. ഇരുട്ടുള്ള രാത്രികളിൽ മാത്രം തന്നെ കാണാനെത്തുന്ന അയാൾ അവളുടെ മനസ്സിലൊരു മുഖംമൂടി ധരിച്ച മനുഷ്യൻ മാത്രമായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി ആ അപരിചിതൻ വീണ്ടും വന്നു. ഈ പ്രാവശ്യം അവൾക്ക് ധൈര്യം കിട്ടി. മുഖം കാണിക്ക്, നീ ആരാണ്? അവൾ ഉറക്കെ പറഞ്ഞു. ആ മനുഷ്യൻ പതുക്കെ മുഖം തുറന്നു കാട്ടി. വിളക്കിന്റെ പ്രകാശത്തിൽ വെളിച്ചം വീണപ്പോൾ ആര്യ ഞെട്ടി. അവളെ നിലവിളിച്ചു. അവളുടെ കണ്ണുകൾക്ക് മുന്നിൽ നിന്നത് തൻ്റെ തന്നെ ചേട്ടൻ, അമ്മയുടെ സഹോദരൻ. അവൾക്ക് ബാല്യം മുഴുവൻ സ്നേഹത്തോടെ പെരുമാറിയ ഒരാൾ, അവൾക്ക് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്ത ഒരാൾ, വീട്ടിലെല്ലാവർക്കും വിശ്വസിക്കപ്പെട്ട ഒരാൾ. ഇത് വിശ്വസിക്കാനാവാതെ ആര്യ നിലത്തേക്ക് വീണു. ചേട്ടൻ്റെ കണ്ണുകളിൽ കാരുണ്യമില്ലായിരുന്നു. നിനക്കറിയാമോ, നീ എനിക്ക് സ്വന്തമാണ്. മറ്റാരുടെയും കൈവശം പോകരുത് എന്നതിനാലാണ് ഞാനിത് ചെയ്തത്. ആര്യയുടെ ലോകം പൂർണ്ണമായും തകർന്നു. എൻ്റെ സ്വന്തം കുടുംബം തന്നെയാണോ തനിക്ക് ശത്രു എന്ന് അവൾ ആലോചിച്ചു. ആ രാത്രി കഴിഞ്ഞ് ആര്യ ഒരു വലിയ തീരുമാനം എടുത്തു. ഞാൻ മിണ്ടാതെ അടങ്ങിയിരിക്കില്ല. അവൾ തൻ്റെ അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞു. വീട്ടിലൊരു വലിയ തീപിടുത്തം നടന്ന പോലെയായിരുന്നു. ചേട്ടൻ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഗ്രാമം മുഴുവൻ ഞെട്ടി. പെൺകുട്ടി ധൈര്യം കാണിച്ചു, പലരും പറഞ്ഞു. പക്ഷെ ചിലത് പറഞ്ഞു, കുടുംബത്തിൻ്റെ ഒരു മാനക്കേട് നോക്കണേ. ഗർഭം തുടർന്നു കൊണ്ടേയിരുന്നു. ആര്യയ്ക്ക് മനസ്സിലായി, കുട്ടിക്ക് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? കുട്ടിയുടേതല്ലല്ലോ കുറ്റം. ഇവനെൻ്റെ ശരീരത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ
ഞാൻ അവനെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. കാലം കടന്നു. കുഞ്ഞ് ജനിച്ചു. വെളുത്ത മുഖവും കറുത്ത കണ്ണുകളുമുള്ള ഒരു കുഞ്ഞു കുഞ്ഞ്. ആര്യ തൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ കണ്ണീരോടെ ചിരിച്ചു. നീ എൻ്റെ ശക്തിയാണ്. ഞാൻ നിന്നെ വളർത്തും. നിന്നെ ആരും കളങ്കമായി കാണാൻ ഞാൻ ഇടകൊടുക്കില്ല. ഗ്രാമത്തെ ചിലരെ അവളെ കുറ്റക്കാരിയെന്ന് കണ്ടു. പക്ഷെ അവൾ സമൂഹത്തെ നേരിട്ടു. പഠനം തുടർന്നു. കുഞ്ഞിനെയും കൊണ്ട് കോളേജിൽ പോയി. ഞാൻ വീണില്ല, ഞാൻ ഉയർന്നിരിക്കുന്നുവെന്ന് അവൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. ജീവിതം ആര്യയെ ചെറുപ്പത്തിൽ തന്നെ കടുത്ത പരീക്ഷണത്തിലാക്കി. അവൾ വിശ്വസിച്ചത് തന്നെയാണ് അവളെ ചതിച്ചത്. പക്ഷെ അവൾ തളർന്നില്ല. തൻ്റെ ഗർഭത്തെയും കുഞ്ഞിനെയും കളങ്കമല്ല എന്ന് വിശ്വസിച്ച് ശക്തിയായിട്ട് അവൾ മുന്നേറിക്കൊണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നിസാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്. പാതി വഴിയിൽ വെച്ച് ജീവിതം അവസാനിപ്പിച്ച് എങ്ങോട്ടോ മടങ്ങിപ്പോകുന്നത്. അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ളതല്ലല്ലോ നമ്മുടെ ലൈഫ്, അല്ലേ? വീണ്ടും ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.